കിടന്ന് നമുക്ക് ഗ്യാങ് ഹൗസിന്റെ ചുറ്റും ഒരു പരുന്ത് ഇങ്ങനെ പറക്കണം ഇങ്ങനെ വേണ്ട. ഞാൻ എല്ലാരും കൊന്നോട്ടെ. അതെ ലെഫ്റ്റില് റിപ്പയറും ലെഫ്റ്റിൽ പമ്പും ഉണ്ട്. ഞാൻ ജെറിക്കാൻ പിടിച്ചിട്ടാണ് റിപ്പയർ ചെയ്തത്. നീ എന്ത് പറിക്കാനാ വാങ്ങിച്ചിട്ടാ? സമയമില്ല നമുക്ക്. ഡൊണേറ്റർ പ്ലാൻ നേരെ പോയിട്ട് എല്ലാരും സിറ്റിസൺ വണ്ടിയിലാണേ, നമ്മള് മാത്രമേ ഉള്ളൂ കുറച്ച് റിച്ച് കണ്ടിയിലൊക്കെ വന്നത്. അത്രേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ? എനിക്കൊരു തെറ്റ് പറ്റി. ഇല്ല, എന്നെ ആരെങ്കിലും കുത്തിയാ ഞാൻ വെളിയിലിരുത്തും ചന്ദ്ര. ഓ ഓക്കെ നമുക്ക് അങ്ങനെ ഡിസഡ്വാൻറ്റേജസ് പോട്ടെ, കുഴപ്പമില്ല. കേറിക്കോ നീ ഇത് എക്സിക്യൂട്ടീവ് ലുക്കിൽ പോവാൻ വന്നാണോ? അണ്ണാ ഇതൊക്കെ സീന്. നിനക്ക് വയറില്ല. എടാ ചങ്ങലയൊക്കെ ഊരടാ. അണ്ണാ ശരിക്കുള്ള ഡ്രസ് ഇതായിരുന്നു. ഇതിന്ന് ഞങ്ങൾ ഇത്രയും നേരം അവിടെ നിന്നപ്പോ നിനക്ക് അവിടെ വന്ന് ഇതൊക്കെ മാറിക്കൂടായിരുന്നോ? അണ്ണാ ഞാൻ കുറച്ച് റിബലാണ്, അറിയാലോ. ഇത് കുറച്ച് റിബലാണ്. സൂപ്പർ. ഞാൻ ഈ മിസ്റ്റർ എക്സ് എതിരാണ് ആക്ച്വലി. എന്റെ കൂളിംഗ് ഗ്ലാസ് എവിടെ പോയി? കൂളിംഗ് ഗ്ലാസ് പോയോ? തറ കിടപ്പുണ്ട്. എവിടെ? സാഹചര്യത്തിലെ ആക്സിഡന്റ് അവിടെ. എടാ പോടാ അവിടുന്ന്. വണ്ടി റിപ്പയർ ചെയ്തില്ലേ? അതിന്റെ അണ്ണൻ ഇവിടെ കണ്ട, ഇതായിരുന്നു പ്രശ്നം. നമ്മൾ എണ്ണ അടിക്കാൻ നിർത്തപ്പേ അണ്ണൻ വണ്ടി കയറി ഇങ്ങനെ ഇരുന്നു. ഒന്ന വഴിക്ക് അണ്ണ എല്ലാം മാർക്കറ്റ് പറത്തി വിട്ടോ. ഫ്യൂലില്ല. ഫ്യൂലൊക്കെ ഉണ്ട്. അവിടം വരെ എത്തണ. നമുക്ക് അടിച്ചിട്ട് പോകാം, വഴി കിടക്കാൻ വയ്യ. ഇവിടെ ഇതില്ല ഫ്യൂലുണ്ടല്ലോ. ഗ്യാസ് സ്റ്റേഷൻ ഡസന്റ് ഹാവ് ഇനഫ് സ്റ്റോക്ക്. മാറ് വല്ലവനെ കൺഗ്രാറ്റ്സ് മോനെ, വെൽ പ്ലേഡ്. കേറ്. DNS or T47? T47 ആണ് DNS. രണ്ട് കോടി കയ്യിലുണ്ട്. എനിക്ക് മാർക്ക് കാണുന്നില്ലടാ. മാർക്കിലോട്ടുള്ള വഴി കാണിക്കുന്നില്ല. മാർക്ക് മാത്രം അല്ല ഇതുവഴി പോണോ അതോ കറങ്ങിയല്ലേ പോണേ? ഇതുവഴിയല്ലേ പോണല്ലേ? ഇവിടുന്ന് പോയിട്ട് റൈറ്റ് എടുത്തിട്ട്. അതാ പറഞ്ഞ ഇതുവഴി പോണല്ലേ നല്ലത്. മറ്റേത് കറങ്ങല്ലേ, സാൻഡീസ് അല്ലേ. ഇപ്പൊ ഇന്ന് തന്നെ കണ്ണു തരുമല്ലോ അവര്. അറിഞ്ഞൂടാ. ഈ ഗണ്ണ് കിട്ടുന്നതിനൊക്കെ മുമ്പേ ഇത് വിറ്റ് കളയണ്ടായിരുന്നല്ലേ കയ്യിലിരുന്ന ഗണ്ണ്. റിപ്പയർ സാൻഡിലാണ് അവിടെ ഉണ്ടാവുക. പറയടാ. ഒരു വെടിക്കാരനായിട്ട് വരെയാണ് പിന്നെ അല്ലാതെ വെടിയാണ് വെച്ചത്. അണ്ണനില്ലേ മോണ്ടാജ് ഇടാനുള്ള പിന്നെ മോട്ടറൊക്കെ ഇറക്കുമല്ലോ നമ്മളിപ്പോ. ഡ്രാഗൺ എന്ത് ഈ വീട് നമുക്ക് എടുത്തല്ല, ഇവിടത്തെ വീട്. അവിടെ ഡ്രാഗൺ ഉള്ള അത് നല്ല രസമല്ലേ അത് കാണാൻ. ഭയങ്കര അവന്മാരാന്ന് തോന്നുന്നത് ആദ്യം കൊണ്ടുവന്നേ നമ്മളുടെ സിദ്ധേത കൊണ്ട്. കിടന്ന് നമുക്ക് ഗ്യാങ് ഹൗസിന്റെ ചുറ്റും ഒരു പരുന്ത് ഇങ്ങനെ പറക്കണം ഇങ്ങനെ വേണ്ട. ഇത് തവിടും മറ്റേ മിക്സറൊക്കെ കൊടുക്കണേ. കൊറേ എല്ലാം എക്സ്പെൻസ് ആണ്. എല്ലാ ദിവസവും തീറ്റ കൊടുക്കണം. ഡ്രാഗനാ. രാവിലെ അണ്ണ ആലോചിച്ച് നോക്ക്. നമുക്ക് ഡ്രാഗനെ കളത്തി രാവിലെ അണ്ണൻ ടെറസിന്റെ മുകളിലൊക്കെ തിന്നാടുന്ന കൊച്ചു മെസ്സേജ് കൊറേ സമയം എടുക്കും. ഏത് കൊച്ച്?
എടാ മയിലെ കണ്ട പെമ്പിളാരും പറഞ്ഞല്ലോ നമ്മള് കാര്യം ചന്ദ്ര പ്ലീസ് തെറി പറയല്ലേ പറയുന്നട്ടാണ് നമുക്ക് വലിയൊരു കൺഫ്യൂമെന്റ് പൊക്കോണ്ടിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ എന്നാലും ഈ പി ആർ ആകാശാരി PR നിന്റെ അച്ഛൻ എടാ ഇവിടെ റിപ്പയർ ഇല്ലേടാ ഇവിടെ ഫ്രണ്ട് ഞാൻ മാർക്ക് ചെയ്ത റിപ്പയറും പമ്പും എല്ലാം ഉണ്ട്. ആണല്ലേ ഇത് ബോട്ടാണോ മറ്റേ ഞാൻ എല്ലാരും കൊന്നോട്ടെ പ്ലേറ്റാണോ പ്ലെയർ ചന്ദ്ര അയ്യോ ബ്രോ സോറി സഹോദര പേരെന്തായിരുന്നു? നമസ്കാരം. പേര് പരന്തു ഇരിക്കുകയും ചെയ്യില്ലേ? ഗൈസ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ പണ്ട് നമ്മൾ ഇവിടെ വരുമ്പോ ബോട്ടുകൾ ഇങ്ങനെ ചന്ദ്ര മാറി എടാ അല്ല പണ്ട് നമ്മൾ ഈ ലൊക്കേഷൻ വരുമ്പോ ഇങ്ങനെ ബോട്ടുകൾ അവന്മാരുടെ വണ്ടി തന്നെ ഇത് അവന്മാരുടെ ആ ബോട്ടിന്റെ അടുത്ത വണ്ടി തന്നെ അടിച്ചാൽ കൊല്ലു അവന്മാരെ. അതെ ലെഫ്റ്റില് റിപ്പയറും ലെഫ്റ്റ് പമ്പും ഉണ്ട്. ഞാൻ ജെറിക്കാനും പിടിച്ചിട്ടാണ് റിപ്പയർ ചെയ്തത്. നീ എന്ത് പറിക്കാനാ വാങ്ങിച്ചിട്ടാ സമയമില്ല നമുക്ക്. എല്ലാരും പാസഞ്ചേഴ്സ് എല്ലാരും ഇറങ്ങണം റിപ്പയർ ആണെങ്കിൽ. ഇറങ്ങ ചന്ദ്ര ഇറങ്ങ ഒറ്റമേന്റെ ചന്ദ്രൻ സത്യം നേരെ ഇറങ്ങി അമ്മരെ അടിച്ചു കിട്ട്. ചന്ദ്രൻ ഈയിടെ ഭയങ്കര വെകളിയാണ് ഭയങ്കര. ചൂസ് ചെയ്യാറ് 37 കോടി ഉണ്ട് എന്റെ കയ്യിലില്ല. ഡ്രൈവിംഗ് സീറ്റ് കയറല്ലേ അയ്യോ കുത്തല്ലേ ചന്ദ്ര ബ്ലഡ് ആയില്ലേ ചന്ദ്ര അടങ്ങിയിരിയടാ ചന്ദ്ര വണ്ടി കീറ് വണ്ടി കീറാ. എന്റെ ഡ്രസ്സിൽ ബ്ലഡ് ആയി. ഇനി ഇവിടെ ഫ്ലിക്കലോ ഇവിടെ ആ ടൗണില് ഇവിടുന്ന് റൈറ്റ് പ്രീമിയം മോട്ടോ ഇവിടെ പുതിയ കാർക്കടാ. അണ്ണാ ഇവിടുന്ന് കാർ വാങ്ങിക്കാം കേട്ടോ. പിന്നെ കാർ വേണ്ട ഡൊണേറ്റർ പ്ലാൻ ബാങ്ക് എവിടെ നേരെ പോയിട്ട് എന്താ എംബക്കേഷേ ഇവിടെയൊക്കെ തുറന്നാ ബാങ്ക് കാണിക്കുന്നുണ്ടോ? ഇവിടുത്തെ റീലോഡ് സ്കിൻ എന്താടാ? ചന്ദ്ര കുത്തല്ല വെരി ഞാൻ പൈസ എടുത്തോട്ടെ. എത്ര എടുക്കണ്ടേ 2 കോടി വൈറ്റ് ആണോ കയ്യില്? ഈ അക്കാറനുള്ള സാധനം എന്തിനാ ഇവിടെ വെച്ചേക്കണേ? ഇത് മറ്റേ അക്കാറനുള്ള സാധനം അല്ലേ? യൂണിറ്റ് 10 100,000 10,000 ലാക്ക് 10 ലാക്ക് ക്രോർ 2 കോടിയല്ലേ? വാ താക്കോല്ലാണ് നാളെ എടുത്ത് കാണാൻ. എക്സ്ക്യൂസ് മീ സാർ അടിവാൻ ചന്ദ്ര വണ്ടി കയറിയ നീ മോസ്റ്റ് ഇമ്മച്യൂർഡ് സ്ട്രീമർ ഇൻ കേരള. നേരെ വിട്ടാ പുതിയ ഈ പോയ ഗ്ലാസ് എങ്ങനെ തിരിച്ചു വരുത്തോടാ ഒന്ന് പറയടാ. അതെനിക്ക് ആ ഇൻവെന്ററിയിൽ ഗ്ലാസിന്റെ സെക്ഷനിൽ ആ ഗ്ലാസ് കിടപ്പുണ്ടാവും. സ്റ്റിയറിംഗിന്റെ അവിടെയൊക്കെ നോക്ക്. ഗ്ലാസിന്റെ സെക്ഷനിലില്ല. ഇല്ല ഗ്ലാസിന്റെ സെക്ഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വലിച്ച് അങ്ങോട്ട് ഇട്ടാ. അണ്ണനെ എന്റെ ക്ലാസ് വേണം തരാം. വന്ന് മാറ് ക്യാഷ് ഡ്രോപ്പിടോ എവിടെ പോടാ അവിടെ ചുമ്മാ ഇരുന്ന് എന്തെങ്കിലും ഇത് എന്തൊരു സൂക്കേടുകള്.
ചന്ദ്ര ബാക്കി അണ്ണാ ഡ്രൈവർ ആക്കാൻ എനിക്ക് താല്പര്യമില്ലടാ. എങ്ങോട്ടാ ചന്ദ്ര? എന്നാ റൈറ്റ്. എങ്ങോട്ടാ വന്നത്? 846 പുതിയ ഐലൻഡ് ഇവിടുന്ന് നേരെ അവരെക്കാട്ടും കാര്യങ്ങൾ എനിക്കറിയാം കേട്ടോ, എന്റെ അടുത്ത് ചോദിക്കാം. ഇവിടുന്ന് നേരെ നേരെ ആ പാലം കണ്ടാ, പുതിയ പാലം. താഴട്ട് 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 റൈറ്റ് എടുത്തിട്ട് അടുത്ത റൈറ്റ്. നമ്മൾ കുറച്ച് സിമ്പിൾ അടുത്ത right ആ? അതല്ല ഫ്രണ്ട് ഇത് തന്നെ. അയ്യോ ഇടിക്കല്ലേ, റിപ്പയർ ആയതേ ഉള്ളേ. ഇങ്ങോട്ടല്ല ഇത് പാലമല്ലേ ഇത്? എടാ അതുവഴി പോകാൻ പറ്റും അപ്പുറത്തോട്ട്. ക്യാഷ് ഡ്രോപ്പ് ഇൻ ബാങ്ക് ടോൾ കൊടുത്തായി. ഇല്ലടാ. ഞാൻ നിങ്ങൾ എന്തൊക്കെയാ പറയണത്? ആ എനിക്കറിയാം, ഇത് മിസ്റ്റർ 2,62,00,000 രൂപ എന്റെ ഉണ്ട്. കള്ളന്മാര് നിങ്ങൾ എന്തൊക്കെയാ പറയണേ? ആൾക്കാരെ ഊമ്പിക്കാൻ വേണ്ടി. ആ മാർക്ക് ചെയ്തോണ്ടെന്ന് കാണുന്നില്ലേ? ആ മാർക്ക് മാത്രം കാണാം. അമ്മ അത് കറക്റ്റ് പബ്ജി ആപ്പല്ലേ? കറക്റ്റ് റാങ്കില്, പ്രോപ്പർ റാങ്കിൽ ഇത്. പിള്ളേർക്ക് ഗ്യാങ്സ് കണ്ട ഇവിടെ തന്നെ. അതെ, അവരൊക്കെ ഇവിടെ തന്നെ. ഇവിടെ വല്ല മരത്തിന്റെ മുകളിലോ വഞ്ചിയിലും മാപ്പം പഠിച്ച് ഇവിടെ കിടന്നോളൂ. അങ്ങ് വിട്ടോ, നേരെ വിട്ടോ. എനിക്ക് വേ പോയിന്റ് മാർക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ. പോയിന്റ് ഇല്ല അണ്ണ, ഈ മാപ്പിൽ വേ പോയിന്റ് ഇല്ല അണ്ണ, നേരെ വിട്ടോ. ഇവിടെ വേ പോയിന്റ് ഒന്നും ഇല്ല, നേരെ അങ്ങ് പോയാ മതി. ഇവിടെ ലെഫ്റ്റ് നേരെ പിടിച്ചു പോയാണ് ഒരേ പോക്ക്. ഓക്കെ. അപ്പൊ ഇന്ന് കണ്ണൂടെ കെട്ടിക്കഴിഞ്ഞാൽ നാളെ തൊട്ടപ്പോ സമാധാനം ഇല്ല. ഇനി നാളത്തെ സമാധാനം, നാളത്തെ അടിയാണ്. അടി, വേളം, വെള്ളക്ക് വിളി, അച്ഛന് വിളി, അമ്മയ്ക്ക് വിളി, ബാന്. നിനക്ക് 15 ദിവസം കിട്ടിയെന്ന് പറഞ്ഞു. ആർക്കണ്ട? എനിക്കാ. ഇതുവഴിയാണോ? നീകന്റെ വിചാരം അവൻ ഒരു ഗുണ്ട എന്നാണ്. അവനെല്ലാരും കുത്തിയിട്ട് പറയും ഞാൻ ഗുണ്ടയാണ്. വിചാരം അവനൊരു ഗുണ്ടയാണ്. ഇന്ന് ആരുടെ എനിക്കത് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്. അവൻ നല്ല രീതിയിൽ മര്യാദയ്ക്ക് എന്തോ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നപ്പോൾ ഇവർ രണ്ടും അടിയാവണം അവിടെ നിന്ന്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെ കിടന്ന് ഏതൊരു റാൻഡം സിറ്റിസണും കണ്ണാപ്പിയും കൂടെ ഞാൻ ചെന്നപ്പോ ഇവിടെയാണോ സംഭവം? എനിക്ക് തോക്ക് വെച്ചോണ്ട് ഇങ്ങനെ നടക്കണം ഇഷ്ടമല്ല. എല്ലാരും സിറ്റിസൺ വണ്ടിയിലാണേ, നമ്മള് മാത്രമേ ഉള്ളൂ കുറച്ച് റിച്ച് കണ്ടിയിലൊക്കെ വന്നത്. അത്രേ ഉള്ളൂ. ബസ്സിലൊക്കെ വന്ന ഏത് അവസ്ഥ ഉള്ളവനാണെന്തോ. ഇത് ലോക്കഡ് അല്ലേ? നോക്കിയേ, ലോക്കടാ, വലിച്ചു നോക്കിയേ. ഈ ചീവിടിന്റെ അമ്മോനോട് സംസാരിക്കലെന്ന് റേഡിയോയിലൊന്ന്. മുനിസിപ്പൽ എയർപോർട്ട് ഫയർ സ്റ്റേഷൻ. ഹലോ, ഞങ്ങള് ടി വി എന്നായിരുന്നു. ടി വി. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞാൻ അവിടെ ഇൻഫോം ചെയ്തേക്കാം. ഓക്കെ. കണ്ടിയാ വണ്ടി പറഞ്ഞേ? എന്റെ 15 ദിവസത്തിന്റെ കേസാണ്. ഹലോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ? നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം കേട്ടോ. മനുഷ്യനാകുമ്പോ തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റും അല്ലേ അണ്ണാ? അണ്ണാ എനിക്കൊരു തെറ്റ് പറ്റി. ഇല്ല, എന്നെ ആരെങ്കിലും കുത്തിയാ ഞാൻ വെളിയിലിരുത്തും ചന്ദ്ര. ഓക്കെ. നമുക്ക് അങ്ങനെ നമുക്ക് അത് നമുക്കത് ഒരു ഇതായിരുന്നു. കാര്യങ്ങളൊന്നും ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ലേ, എന്താ സംഭവിച്ചത് മനസ്സിലായില്ല. നമുക്ക് സമ്പർക്കം ആയതുകൊണ്ടേ. അതെ, സോറി കേട്ടോ. ഓക്കെ. എനിക്കതാ ചന്ദ്ര, എന്നെ ആരെങ്കിലും കുത്തി ഞാൻ വെളിയിലിരുത്തിയാ എനിക്കിത് ഇഷ്ടമല്ല. എനിക്കത് ഞാനത് സത്യസന്ധമായി പറഞ്ഞെന്നുള്ളൂ, നീ ഒന്നും വിചാരിക്കല്ലേ. എന്നാ അവനാണ് ഞാൻ കുത്തിയത്. കറക്റ്റായിട്ട് ദൈവമേ. ഇല്ല പറഞ്ഞ പാമ്പ എനിക്കൊരു അബദ്ധം പറ്റിയ. സോറി പറയണം. അത് ഏത് ഫാമിലിയുള്ള പയ്യൻ?
എടാ, അവൻ എന്റെ മനസ്സിൽ നിന്നെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു, നിന്നെ പുറത്തുനിന്ന് എടുത്തു സിറ്റിക്കകത്ത് എടുത്തോളാന്നുള്ള രീതി.